പരമാവധി ഞാനിപ്പോൾ നിൽക്കണുണ്ടോ അതുപോലെ ഹോൾഡ് ചെയ്ത് കളിച്ചാൽ മതി നിങ്ങൾ. എന്നിട്ട് ബോൾ എടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ബോൾ അടിച്ചിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ ബോക്സിൻ്റെ ഉള്ളിൽ ത്രൂ കൊടുക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ എല്ലാത്തിനും ത്രൂ കൊടുക്കണം എന്നല്ല കേട്ടോ, നിങ്ങൾ അത് മനസ്സിലാക്കി ത്രൂ കൊടുക്കണം. ഇപ്പോൾ ഒരു പ്ലെയർ റൺ എടുക്കുന്നുണ്ടെങ്കിൽ ത്രൂ കൊടുക്കണം. കാരണം റൺ എടുത്തുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ അവർക്ക് പാസ് കൊടുത്താൽ അവരവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ കൊടുത്തത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേണ്ട, ഓൾറെഡി മെസ്സി റൺ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ത്രൂ വെച്ചത്. കാരണം ത്രൂ ബോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്ലെയേഴ്സിന് ഓടിയെടുക്കാനുള്ള ബോളാണ്. കണ്ട, മെസ്സി റൺ എടുക്കുന്നു, ഞാനിവിടെ ത്രൂ വെച്ച് കൊടുക്കുന്നു. മെസ്സി ആ കണ്ടിന്യൂസ് ആയിട്ട് ആ റൺ ചെയ്തിട്ട് ആ ബോൾ എടുത്ത് സ്കോർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ മാക്സിമം റൺ എടുക്കുന്ന പ്ലെയർ ആണെങ്കിൽ ത്രൂ കൊടുക്കാൻ നോക്കാം. പിന്നെ ഗോൾ സ്കോർ ചെയ്യുന്ന ഏരിയാസ് ഉണ്ട് കേട്ടോ ഗൈസ്, അത് ഞാൻ പറഞ്ഞുതരാം. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഗോൾ സ്കോറിങ് എങ്ങനെ ചെയ്യാമെന്നാണ്. കുറേ പേര് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഡിവിഷൻ മാച്ച് ഒന്നല്ല എടുക്കണേ, ഏതെങ്കിലും ഒരു AI മാച്ചസ് എടുക്കാം. നമുക്ക് AI മാച്ചസ് എടുക്കാം. അതിലാകുമ്പോൾ കുറച്ചും കൂടി പറഞ്ഞു തരാൻ എളുപ്പമാണ്. ഞാൻ മറ്റേത് ഡിവിഷനിലൊക്കെയാണ് പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് പറയാനായിട്ട്. ഇതിലാകുമ്പോൾ സുഖമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇതാണ് ഇപ്പോൾ സ്കോഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഗോൾ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിഡും ഫോർവേഡും സെറ്റാക്കാം. അതിപ്പോൾ നിങ്ങൾ വിങ്ങിൽ കളിക്കുന്നുണ്ടെങ്കിൽ അതും സെറ്റാക്കാം. ഡിഫൻസ് ഗോൾ സ്കോറായിട്ട് ബന്ധമില്ല എന്നല്ല ഞാൻ പറയണേ, പക്ഷേ ഡിഫൻസിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി മിഡിലാണ് ഗോൾ സ്കോറിങ്ങിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. പാസുകളും ത്രൂ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന മിഡിലാണ്. അപ്പോൾ മിഡ് നിങ്ങൾ സെറ്റാക്കണം. അത് മിഡിൽ നിങ്ങൾ കളിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലെയേഴ്സിനെ കളിപ്പിക്കാണ്ട് നിങ്ങൾക്ക് കളിക്കാനത് എന്താ പറയുക, കളിയിൽ അത് എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് വെച്ച് നിങ്ങൾ കളിപ്പിക്കണം. അപ്പോൾ അതിൽ ത്രൂ പാസും ലോഫ്റ്റഡ് പാസും മെയിനാണ് നിങ്ങൾ മിഡിൽ കളിപ്പിക്കുമ്പോൾ. പിന്നെ നിങ്ങൾ CFലേക്ക് വരുമ്പോൾ ബെസ്റ്റ് CFനെ തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. അതിപ്പോൾ ഗോൾ പോച്ചർ ആണെങ്കിൽ ഓക്കെ, അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഡീപ്പ് ലൈങ്ങോ അത് ഏതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റിയ പ്ലെയറിനെ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ, നിങ്ങൾ ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ബാലൻസ് ഉണ്ടാവും, ഫിസിക്കൽ കോൺടാക്റ്റ് ഉണ്ടാവും. ആ ഹാലൻഡിനൊക്കെ ഫിസിക്കൽ കോൺടാക്റ്റാണ്. അപ്പോൾ ആ ഫിസിക്കൽ കോൺടാക്റ്റിൽ കളിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിയുമ്പോഴേക്കും ബോൾ മിസ്സാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ജോയ്സ്റ്റിക്ക് വെച്ച് തന്നെ കൺട്രോൾ ചെയ്ത് തിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ മാച്ചിലേക്ക് പോവാം. ഇത് AI മാച്ചസാണ്. ഗോൾ കിട്ടുമെന്ന് അറിയിട്ടോ പോകുമായിരുന്നു. കിട്ടിയിട്ടുണ്ട്. പരമാവധി ഞാനിപ്പോൾ നിൽക്കണുണ്ടോ അതുപോലെ ഹോൾഡ് ചെയ്ത് കളിച്ചാൽ മതി നിങ്ങൾ. എന്നിട്ട് ബോൾ എടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ബോൾ അടിച്ചിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ ബോക്സിൻ്റെ ഉള്ളിൽ ത്രൂ കൊടുക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ എല്ലാത്തിനും ത്രൂ കൊടുക്കണം എന്നല്ല കേട്ടോ, നിങ്ങൾ അത് മനസ്സിലാക്കി ത്രൂ കൊടുക്കണം. ഇപ്പോൾ ഒരു പ്ലെയർ റൺ എടുക്കുന്നുണ്ടെങ്കിൽ ത്രൂ കൊടുക്കണം. കാരണം റൺ എടുത്തുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ അവർക്ക് പാസ് കൊടുത്താൽ അവരവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കൊടുത്തത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേണ്ട, ഓൾറെഡി മെസ്സി റൺ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ത്രൂ വെച്ചത്. കാരണം ത്രൂ ബോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്ലെയേഴ്സിന് ഓടിയെടുക്കാനുള്ള ബോളാണ്. കണ്ട, മെസ്സി റൺ എടുക്കുന്നു, ഞാനിവിടെ ത്രൂ വെച്ച് കൊടുക്കുന്നു. മെസ്സി ആ കണ്ടിന്യൂസ് ആയിട്ട് ആ റൺ ചെയ്തിട്ട് ആ ബോൾ എടുത്ത് സ്കോർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ മാക്സിമം റൺ എടുക്കുന്ന പ്ലെയർ ആണെങ്കിൽ ത്രൂ കൊടുക്കാൻ നോക്കാം. പിന്നെ ഗോൾ സ്കോർ ചെയ്യുന്ന ഏരിയാസ് ഉണ്ട് കേട്ടോ ഗൈസ്, അത് ഞാൻ പറഞ്ഞുതരാം. മൂഞ്ചി ഇവിടെ ഈ സർക്കിൾ കണ്ടോ? ഇപ്പം ഞാൻ നിൽക്കണ ഈ ഏരിയ, ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ കയറാൻ ചാൻസ് വളരെ കൂടുതലാണ്. അത് ഇപ്പോൾ കയറിയില്ല, പക്ഷെ കയറാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് അവിടെ നിന്ന്. അപ്പം നിങ്ങൾ മാക്സിമം അവിടെ നിന്നൊക്കെ അടിക്കാൻ നോക്കാം. ആ രണ്ട് സൈഡും, ഇവിടെ നിന്ന് ഞാനിപ്പോൾ അടിച്ചില്ലേ അതുപോലെ തന്നെ അവിടെ നിന്ന് അടിക്കാം.
അത് കയറും. ഇപ്പം എന്താണോ അടിക്കുമ്പോൾ കയറില്ല ലിസര. മാച്ചിലൊക്കെ കയറാറുണ്ട്. എനിക്ക് അവിടെ നിന്ന് നല്ല ഗോൾ സ്കോർ ചെയ്യാൻ പറ്റാറുണ്ട് ഈ ഏരിയയിൽ നിന്ന്. അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ട് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്ലെയറിൻ്റെ കൺട്രോൾ ഉണ്ടല്ലോ അത് ഇമ്പ്രൂവ് ആക്കണം. അപ്പോൾ നമുക്ക് ഒരു പ്ലെയറിനെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഹാലൻഡിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ പ്രാക്ടീസ് കുറവ് കൊണ്ട് മാത്രമാണ്. പിന്നെ നമുക്ക് ആ കാർഡ് വെച്ച് കളിക്കാനൊരു എയിം ഉണ്ടാവില്ല, അതുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് ആ കാർഡ് പൊട്ടയതുകൊണ്ടൊന്നുമല്ല. ഇപ്പോൾ ചിലവരെ കണ്ടിട്ടുണ്ടോ ബേസ് കാർഡ് വെച്ച് ജാതി കളി കളിക്കണത്. അപ്പോൾ അവർക്ക് അത്രയും അതിനൊരു ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ ഞാൻ അടിച്ചിട്ടുണ്ട്, ഇതുപോലെ മാക്സിമം ഡബിൾ ടച്ച് ഇട്ട് സ്കോർ ചെയ്യാൻ നോക്കാം. ഡബിൾ ടച്ച് ഇട്ട് സ്കോർ ചെയ്യുമ്പോൾ എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയർ പെട്ടെന്ന് ബീറ്റായി പോകും. അതായത് എത്ര വലിയ പ്ലെയറാണോ, ഇപ്പോൾ മാൽഡീനോ ആരായാലും ഡബിൾ ടച്ച് അത്യാവശ്യം നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പണൻ്റ് ആണെങ്കിൽ ഏത് പ്ലെയർ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിലും ബീറ്റ് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ്. പിന്നെ അവൻ്റെ സ്കില്ല് അനുസരിച്ചിരിക്കും അത് ബ്ലോക്ക് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഡബിൾ ടച്ച് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ഷൂട്ട് ചെയ്യാനായിട്ട്, ഡബിൾ ടച്ച് ഇട്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആ ഡബിൾ ടച്ച് എങ്ങനെയാണ് ഇടണമെന്ന് പറഞ്ഞുതരാം. റൈറ്റ് സൈഡിലൊരു ടാപ്പ്, ലെഫ്റ്റ് സൈഡിലൊരു സ്വൈപ്പ്, അതാണ് ഡബിൾ ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റൈറ്റ് സൈഡിലൊരു ടാപ്പ്, ലെഫ്റ്റ് സൈഡിലൊരു സ്വൈപ്പ്, മനസ്സിലായോ? ഉണ്ടോ? റൈറ്റ് സൈഡിലൊരു ടാപ്പ് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലൊരു സ്വൈപ്പ്, അതാണ് ഡബിൾ ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ ഒപ്പം സ്റ്റണ്ണിങ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലൊരു ടാപ്പ്, റൈറ്റ് സൈഡിലൊരു ടാപ്പ്, 2 ടാപ്പ് സ്വൈപ്പ്, ഇത്രേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡിലൊരു ടാപ്പ്, റൈറ്റ് സൈഡിലൊരു ടാപ്പ്, കണ്ടോ? ലെഫ്റ്റ് സൈഡിലൊരു ടാപ്പ് വയ്ക്കുക, എന്നിട്ട് റൈറ്റ് സൈഡിലൊരു ടാപ്പ്. പിന്നെ ഏത് ഏരിയയ്ക്കാണോ നമുക്ക് സ്റ്റണ്ണിങ് അടിക്കേണ്ടത് അങ്ങോട്ടായിട്ട് സ്വൈപ്പ് ചെയ്യണം. അതായത് ലെഫ്റ്റ് സൈഡിലൊരു ടാപ്പ്, റൈറ്റ് സൈഡിലൊരു ടാപ്പ്, പിന്നെ രണ്ടാമത്തെ ടാപ്പ് റൈറ്റ് സൈഡിൽ ചെയ്യണത് എവിടേക്കാണോ നമ്മൾ അടിക്കേണ്ടത് അവിടേക്ക് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പം അങ്ങോട്ട് സ്റ്റണ്ണിങ് അടി പൊക്കോളൂ. കണ്ടോ? ലെഫ്റ്റ് സൈഡിലൊരു ടാപ്പ്, റൈറ്റ് സൈഡിലൊരു ടാപ്പ്, പിന്നെ ഏത് ഏരിയയ്ക്കാണോ നിങ്ങൾക്ക് സ്റ്റണ്ണിങ് അടിച്ച് കയറ്റേണ്ടത് അവിടേക്കായിട്ട് സ്വൈപ്പ് ചെയ്യുക. റൈറ്റ് സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിലൊരു ടാപ്പ്, റൈറ്റ് സൈഡിലൊരു ടാപ്പ്, പിന്നെ സ്വൈപ്പ് ഏത് ഏരിയയ്ക്കാന്ന് വെച്ചാൽ ഞങ്ങൾ അത്രേ ഉള്ളൂ സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ ഡബിൾ ടച്ച് ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ലേ, റൈറ്റ് സൈഡിലൊരു ടാപ്പ്, ലെഫ്റ്റ് സൈഡിലൊരു സ്വൈപ്പ്, അത് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടി ചെയ്യണം. ഡബിൾ ടച്ചിൽ അടിക്കുക. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെർഫോം ആവും. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ ഫസ്റ്റ് ടൈം തന്നെ, പിന്നെ അത് റെഡി ആയിക്കോളും. അപ്പോൾ റൈറ്റ് സൈഡിലൊരു ടാപ്പ് ഇട്ട് ഞാൻ ഡബിൾ ടച്ച് ഇട്ടു, എന്നിട്ട് സ്റ്റണ്ണിങ് അടിക്കണം. അത് കുറച്ച് ടൈം എടുത്തിട്ടുള്ള പ്രൊസീജിയറാണ്, പക്ഷേ എന്താ പറയുക, അതിനതിൻ്റേതായൊരു ഇതുണ്ട്. പെർഫോം കിട്ടും, പക്ഷേ ടൈം എടുക്കുമ്പോൾ നമ്മുടെ നിന്ന് ബോൾ കൊണ്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഈസി ആയിട്ട് അടിച്ച് കയറ്റാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ അടിച്ച് കയറ്റുക. ഇത്ര കോൺഫിഡൻസ് ഉണ്ട് ഇതിങ്ങനെ അടിച്ച് കയറും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാത്രം ഡബിൾ ടച്ച് ഇടുക. ഡബിൾ ടച്ച് ഇല്ലാത്ത പ്ലേയേഴ്സ് ആണെങ്കിൽ ഇങ്ങനത്തെ സ്കില്ലൊക്കെ വർക്കാവും ഗൈസ്. പിന്നെ എന്നിട്ട് പ്ലെയറിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോയ്സ്റ്റിക്ക് നിങ്ങൾ സെറ്റാക്കണം മസ്റ്റായിട്ട്. അതിപ്പോൾ മീഡിയം ജോയ്സ്റ്റിക്ക് നിങ്ങൾ സെറ്റാക്കണം മെയിനായിട്ട്. അതിപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് തിരിഞ്ഞടിക്കണം. നിങ്ങൾക്ക് ജോയ്സ്റ്റിക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് കൺട്രോളായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജോയ്സ്റ്റിക്ക് മീഡിയം വേണോ നേരോ വേണോ അതൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് സെലക്ട് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഡിഫറൻസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാം. പിന്നെ മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ത്രൂ പാസിംഗ് ഉള്ള പ്ലേയേഴ്സിനെ കൂടുതൽ യൂസ് ചെയ്യാൻ നോക്കാൻ വേണ്ടിയില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു തോന്നണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ഫോർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.